ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസിനെ പറ്റിയാണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ കുറച്ചിങ്ങനല്ലേ വാ Oh. അയിഞ്ഞു ഇങ്ങനെ അമർത്തത് ഇങ്ങനെ ഇനി നമുക്ക് ഇഞ്ചി ചതയ്ക്കാം. പേസ്റ്റ് ഉണ്ടാക്കാം. കഴുകിയെടുത്ത ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് മുളക് പൊടി മസാല മിക്സ് ചെയ്യും. ഇടട്ടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഇടാൻ പോകുന്ന മസാല എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടി വലത് കൈ വെച്ച് കൂട്ടി യോജിപ്പിക്കാം. ആരുടെ ചിക്കനാ?
നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഉപ്പ് പാകാതെ ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ചട്ടി ചൂടായി ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞച്ച സബോള ഒഴിക്കാം. ഏതാ ഞാൻ വെച്ചത് സബോള നല്ലോണം വളരാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ചെയ്യണ്ട. ഇനി നമുക്ക് കുറച്ച് വേപ്പില ഇടാം. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇടാം. ഇത്തിരി മുളകിടാം. ലേശം മഞ്ഞപ്പൊടി ഇനി നമുക്ക് ഇടാം. നമുക്ക് ഇത്തിരി മസാല ഇടാം. ഞാൻ പോട്ടെ കളിയാക്കി. നന്നായിട്ട് വളർന്നു വെഞ്ച് മൂത്ത മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം. മസാല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തക്കാളി ഇടാം. ഇനി ക്യാരറ്റ് ഇടാം. ഇനിയോ ചിക്കൻ അപ്പോഴിടാം. തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. കായങ്ങളൊക്കെ നല്ലപോലെ പോവണ്ട്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മസാല ഇട്ട് വെച്ച് ചിക്കൻ ഇടാം. ഇനി ശരിക്കും ഇളക്കാം. നമുക്ക് ചിക്കൻ നല്ലോണം വളരാൻ വേണ്ടി നമുക്ക് ഇത്തിരി വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവട്ടെ. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ വെന്താണ്. നമുക്കിനി ഇതിലേക്ക് ഫ്രൈഡ് റൈസ് ഇടാം.
ആ കൊച്ചിനെ കൊണ്ടൊന്നും ആ കൊച്ചിനെ അവരെല്ലാവരും കൂടി പേടിപ്പിച്ചിട്ട് ആ കൊച്ചിനെ